Hello friends, welcome to my channel. ഇന്നിവിടെ ഞാൻ കുറച്ച് ബയോഫാർമസ്യൂട്ടിക്സിൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോമെട്രി, ഹാദ്, DHA, MOH പോലുള്ള എക്സാം എഴുതുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കണം. ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ബയോ അവൈലബിലിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് ഡോസ് അത് അബ്സോർബ് ചെയ്തത് എവിടെയൊക്കെയാണോ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാർട്ടുള്ളത് അവിടേക്ക് അതേ രൂപത്തിൽ ചെന്നെത്തുന്നതിനാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എ ഡോസ് ഓഫ് ഡ്രഗ് ദാറ്റ് ഈസ് അബ്സോർബ് ഫ്രം ഇറ്റ്സ് സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റീച്ചസ് ഇൻ ആൻ അൺചേഞ്ച്ഡ് ഫോം ദ സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. അതായത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അത് വെച്ചിട്ട് എത്രമാത്രം ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു, എത്രമാത്രം അബ്സോർബ് ചെയ്തു ഓരോ റൂട്ടിലൂടെയും സർക്കുലേഷനിലേക്ക്, അത് പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ടാവും. അതും ബയോ അവൈലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതിൽ തന്നെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സൊല്യൂബിലിറ്റി പോലുള്ള ക്യാരക്ടേഴ്സ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതേപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതാണ് അതിലുള്ള ഡ്രഗിൻ്റെയും അതുപോലെ തന്നെ എക്സിപ്പിയൻസിൻ്റെയും. അതാണ് ഡിസൊല്യൂഷൻ പ്രോസസ്സിനെ, അബ്സോർപ്ഷൻ പ്രോസസ്സ്, ഇൻഡസ്റ്റൈനൽ വാളുമായിട്ട് അബ്സോർബ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ അബ്സോർബ് ചെയ്തതിന് ശേഷം അത് ല്യൂമനിൽ ഡിക്കമ്പോസ് ചെയ്യുന്നത്, അത് കുറഞ്ഞു വരുന്നത്, അതായത് അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ pH, അതുപോലെ ബ്ലഡ് ഫ്ലോ, സ്മോൾ ഇൻഡസ്റ്റൈനുമായിട്ടുള്ള pH, അതൊക്കെ. പിന്നെ അബ്സോർപ്ഷൻ എടുക്കുന്ന ടൈം, സർഫസ്, ഏത് സർഫസിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് അബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ലിവർ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബൈപ്പാസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു സെപ്പറേറ്റ് റൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഓറലി കൊടുക്കുന്ന ഡ്രഗ്സിനെയൊക്കെ കുറച്ച് ലിവർ മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഫാർമസി സ്റ്റുഡൻസിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് കാണുന്നവർ ഭൂരിഭാഗം ഫാർമസി സ്റ്റുഡൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്കിതിനൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡിസ്കഷനാണ്. ഇത് എല്ലാം അറിയുന്ന പോലെ ഒരു ലെക്ചറായിട്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഇതിൽ ആക്കാം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലാണ്. ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇൻട്രാമസ്കുലർ, സബ്ക്യൂട്ടേനിയസ്, റെക്ടൽ, അങ്ങനെ ഓരോ റൂട്ടിലും കൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു ഡ്രഗ്. സബ്ലിംഗ്വലി, ട്രാൻസ്ഡെർമൽ, ഇതൊക്കെയാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരുപാടുണ്ട്. ഓക്കെ, അതിൽ സബ്ലിംഗ്വൽ, റെക്ടൽ തുടങ്ങിയ അത് ലിവറിനെ ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് എഫക്റ്റിനെ ബൈപ്പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് റിലേറ്റഡ് ടു ലിവർ ആണ്. അപ്പോൾ ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റബോളിസം അവിടെ നടക്കുന്നതാണ്. അതിനെ ബൈപ്പാസ് ചെയ്യുന്ന കുറേ ഉണ്ട്. റെക്ടൽ റൂട്ട്, അതുപോലെ സബ്ലിംഗ്വൽ റൂട്ട്, ട്രാൻസ്ഡെർമൽ റൂട്ട്, അതൊക്കെയാണ് ഇതിനെ ബൈപ്പാസ് ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബയോ അവൈലബിലിറ്റി ഓഫ് മോസ്റ്റ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ്, IM, സബ്ക്യൂട്ടേനിയസ്, പെർഫ്യൂഷൻ റേറ്റ്. ഓക്കെ, അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ആണ്. അതിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. വലിയ വലിയ മോളിക്യൂൾസ് ആണ് നമ്മൾ ഇൻട്രാമസ്കുലാർലി, സബ്ക്യൂട്ടേനിയസ്ലി ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അത് ബ്ലഡിലോട്ട് എൻറ്റർ ചെയ്തിട്ട് ലിംഫാറ്റിക് പാത്വേയിലൂടെയൊക്കെയാണ് അത് പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിതിൻ്റെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്
അല്ലെങ്കിൽ ഫോർമുലേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഡോസ് അഡാപ്റ്റ് ചെയ്തിരിക്കണം ബയോ അവൈലബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ 100 milligram ആണ് ആ പേഷ്യൻറ്റിൻ്റെ നീഡെങ്കിൽ നമ്മൾ വേറൊരു റൂട്ടിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻസിന് വേണ്ടിയാണെങ്കിലും അതേ എമൗണ്ട് ഓഫ് ഡ്രഗ് ആ പേഷ്യൻറ്റിന് കിട്ടണം. അവിടെയാണ് ബയോ അവൈലബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതാണ് അതിൻ്റെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റഡ് ടേംസ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ്, അബ്സോർപ്ഷൻ, അതൊക്കെയാണ് എൻ്റെ റിലേറ്റഡ് ടേംസ്. അപ്പോൾ നമ്മുടെ ഫാർമക്കോകൈനറ്റിക് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് പാർട്ടിക്കിൾസ് ആണ്. അതിൽ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ ഓർ എക്സ്ക്രീഷൻ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ADME ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ അബ്സോർപ്ഷനിൽ വരുമ്പോൾ ബയോ അവൈലബിലിറ്റി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അതെങ്ങനെ അസസ് ചെയ്യുന്നു? ഏരിയ അണ്ടർ ദ കർവ് ആണ്. നമുക്കത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലെ ഏരിയ അണ്ടർ ദ കർവ്. എന്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്? പ്ലാസ്മ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം കർവിൻ്റെ. അതായത് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് പ്ലാസ്മ കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും പ്ലാസ്മ കോൺസെൻട്രേഷൻ ആ ഒരു ഗ്രാഫ് ഉണ്ട്. അതിൻ്റെ എക്സ്ട്രാപ്പുലേഷൻ അതിൽ നിന്നും ഏരിയ അണ്ടർ ദ കർവ് കിട്ടും. അതിലൊരു കർവ് ആയിട്ടാണ്, അതായത് 100% ബയോ അവൈലബിലിറ്റി ഉള്ളത് പാരൻ്റൽ സൊല്യൂഷനിലാണ്. അപ്പം അതിനായിരിക്കും കൂടുതൽ ബയോ അവൈലബിലിറ്റി ഉള്ളത്. ഏരിയ 100%, അതായത് ഏരിയ അണ്ടർ ദ കർവ് 2, അതായത് കമ്പയർ ചെയ്യുകയാണ്, പാരൻ്റലുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ഉണ്ട്? 100% ഉള്ളതാണ് പാരൻ്റലി കൊടുക്കുന്നത്. ഓക്കെ, അതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ കർവിലോട്ട് പോകാം. ബയോ അവൈലബിലിറ്റി മാറിയിട്ട് ഏരിയ അണ്ടർ ദ കർവ്. എന്താണ് ഏരിയ അണ്ടർ ദ കർവ്? ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ടൈമും പ്ലാസ്മ കോൺസെൻട്രേഷനും. ടൈം ഇവിടെ ഉണ്ട്, അതായത് ഓരോ 0 to ഇങ്ങനെ ഓരോ ഇതിലും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ കോൺസെൻട്രേഷൻ mg/L ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു കർവാണ് കിട്ടുന്നത്. ഇതിൻ്റെ ട്രപ്പിസോയിഡൽ ഗ്രാഫ് എന്നാണ് പറയുന്നത്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം ഏരിയ അണ്ടർ ദ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ടൈം കർവ് റിഫ്ലെക്ട്സ് the actual body exposure to drug after administration of a dose of the drug and is expressed as milligram into hours per liter. ടൈം ഇൻ അവേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ആണ് ഇതിൻ്റെ, അതായത് മില്ലിഗ്രാം ഇതിൻ്റെ എമൗണ്ട് ഓഫ് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്തത്. ഓക്കെ, ഈ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എലിമിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഡ്രഗിൻ്റെ എലിമിനേഷനും ആയിട്ട് ബന്ധമുണ്ട് ഇതിന്. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷനോടെ ആയിക്കട്ടെ. നമുക്കിതിൻ്റെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷനിലേക്ക് പോകാം. ഡ്യൂറിങ് ക്ലിനിക്കൽ ട്രയൽസ് ദ പേഷ്യൻസ് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈൽ ക്യാൻ ബി ഡ്രോൺ ബൈ മെഷറിംഗ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ അറ്റ് സെവറൽ ടൈം പോയിന്റ്സ്. The AUC can then be estimated knowing the bioavailability and the dose. The clearance of the drug may be calculated by dividing the dose absorbed by the AUC. The clearance dividing the dose absorbed by the AUC. The clearance is calculated is relatively independent on the shape of the concentration of time profile. This method gives a precious information on the pharmacokinetic behavior of the drug on trial. This can also be used to study a change in the clearance of the drug in specific clinical conditions such as disease or concomitant drug administration. Okay, AUC is equal to F into D divided by CL. ഇവിടെ എഫ് എന്താണ്? ബയോ അവൈലബിലിറ്റി. ഡി എന്താണ്? ഡോസ്. CL ക്ലിയറൻസ്. AUC എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ്. അപ്പോൾ അതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബയോ അവൈലബിലിറ്റി. അതേപോലെ തന്നെ ഡോസ്, കൂടുതൽ ഡോസ് ആണെങ്കിൽ അത് ഏരിയ അതിൻ്റെ അതുമായിട്ട് പ്രൊപ്പോർഷനായിട്ടായിരിക്കും. പിന്നെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്ലിയറൻസ് ആണ്. ട്രപ്പിസോയിഡൽ റൂൾ അനുസരിച്ച് ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഡിവൈഡിങ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈൽ
into several trapezoids and calculating the AUC by adding the area of these trapezoids. അതായത് പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈൽ കിട്ടുന്നത് അതിൻ്റെ സെവറൽ ട്രപ്പിസോയിഡ്സ് ആയിട്ട് ചെറിയ ചെറിയ പോർഷനായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഓരോന്നിൻ്റെയും AUC കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഏരിയ അണ്ടർ ദ കോൺസെൻട്രേഷൻ ടൈം കർവ്. എഫ് ബയോ അവൈലബിലിറ്റി. ഇവിടെ C0 എന്ന് പറയുന്നത് എക്സ്ട്രാപൊളേറ്റഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അറ്റ് ടൈം 0. അപ്പോൾ AUC ഇപ്പോൾ C0 ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്, അത് ക്ലിയറൻസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷന് തുല്യമാണ്. അപ്പോൾ AUC എന്ന് പറയുന്നത് C0 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, എക്സ്ട്രാപൊളേറ്റഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അറ്റ് 0 ടൈം ഡിവൈഡഡ് ബൈ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അതായത് ADMEയുടെ എയുടെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് എക്സാമിൽ ചോദിച്ചു വരുന്നത്. പല ഗ്രാഫ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ചോദിക്കാം, AUC എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബയോ അവൈലബിലിറ്റി വരെ ബന്ധപ്പെട്ടിട്ട് എന്തൊരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിലും പറയാം. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഇതിൻ്റെ ബന്ധം അതൊക്കെ വെച്ചിട്ടും ചോദിക്കാം. അതൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്തിട്ട് ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളിതിനെ സ്റ്റേ ട്യൂൺ ചെയ്ത് ഇരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.